പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് വരാം. എല്ലാവരും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക. ഓരോ പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ആ ദിവസത്തെ വരദാനം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പിന്നെ എല്ലാ ദിവസവും ചിലപ്പോൾ ഒരേ നിയോഗം തന്നെ വെക്കേണ്ടി വരുമായിരിക്കും. കാര്യം ചിലപ്പോൾ നിങ്ങളുടെ വിവാഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും അടിയന്തരങ്ങൾ ചിലപ്പോൾ അടുത്ത മാസമൊക്കെ ഇരിക്കാം. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ടിത് ആ നിയോഗം തന്നെ വെക്കണം. അത് വേറെ നിയോഗം വെക്കാം, പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്രയും സപ്പോർട്ട് കിട്ടും, പ്രയർ സപ്പോർട്ട് കിട്ടും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കൈകൾ കുപ്പി ശിരസ്സ് നമിച്ച് അനുഗ്രഹം സ്വീകരിക്കുക. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ. ഇന്ന് നവംബർ 28 വ്യാഴാഴ്ച അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ഈശോയെ, അങ്ങയുടെ മക്കൾ ഇന്ന് എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം നിന്റെ സന്നദ്ധം, നിന്റെ സാന്നിധ്യം. wherever you go I will be there, I'll be with you എന്ന് പറഞ്ഞിട്ട് ഈശോയെ, നീ എവിടെ പോയാലും. ജോഷുവ 1:9 വചനം ഉടമ്പടി വചനമാണ്. ഉടമ്പടി വാഗ്ദാനമാണ്. അത് ഉടമ്പടി എടുത്തിരിക്കുന്നവർക്ക്, അത് വിശ്വസിക്കുന്നവർക്ക് ദൈവം അത് നിരന്തരം നിന്ന് ഫലിക്കുന്ന വചനങ്ങളാണ്. അതാണ് wherever you go I will be there, I will be with you. നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ മക്കളെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യത്തിനെ ഇന്ന് പോകുന്ന എല്ലാ ഇടങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും അവരുടെ ഞങ്ങളുടെ സംഭാഷണ മധ്യേ കർത്താവെ, നിന്റെ സാന്നിധ്യം പ്രകടമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്ത് നടക്കാത്ത കാര്യമായാലും, എന്ത് ചെയ്തു തരാൻ ബുദ്ധിമുട്ടുള്ള വിഷയമായാലും, കർത്താവെ, നീ പറഞ്ഞല്ലോ നിന്റെ ഭാരം ലഘുവാണെന്ന്.
അതുപോലെ കർത്താവ് നിൻ്റെ ഭാരമാക്കി ഞങ്ങളുടെ ഭാരത്തെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴത് ഓട്ടോമാറ്റിക്കായിട്ട് ലഘുവായി മാറും. കർത്താവ് നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഇന്നത്തെ ഭാരങ്ങൾ നീ ലഘുവാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സ്നേഹം കൊണ്ട്, നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസം കൊണ്ട്, നിന്നിലുള്ള ഞങ്ങളുടെ ആശ്രയങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിത ഭാരം നിൻ്റെ നാമത്തിലെ ലഘുവാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു, ഈശോനാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. നിൻ്റെ തീരുമാനങ്ങൾ, ഇന്നത്തെ ദിവസത്തെ തീരുമാനങ്ങൾ കർത്താവ് പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ചൈതന്യം നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ കർത്താവ് ഇരുണ്ടുപോയ മനസ്സുകളെ കർത്താവ് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുള്ളവരെ, ജീവിതത്തെ ഹൃദയത്തിന് ഭാരമുള്ളവരെ, കർത്താവ് ആരും സഹായിക്കാൻ ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവർ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തണം. അമ്മേ, പരിശുദ്ധ അമ്മേ, കുരിശിന് ചുവട്ടിൽ നിന്നത് ശക്തിയാലാണ് നിന്നത്, നീ ധൈര്യത്താലാണ് നിന്നത്. നിന്നെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തിയ അതേ ആത്മാവിൻ്റെ ശക്തിയാൽ ഏത് കുരിശിന് ചുവട്ടിൽ നിൽക്കുന്നവരെ ഇപ്പോൾ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാള ദൈവശക്തിയാൽ നീ ബലപ്പെടട്ടെ, നീ ശക്തി പ്രാപിക്കട്ടെ, നീ സൗഖ്യം പ്രാപിക്കട്ടെ, നിനക്ക് സമാധാനം കൈവരട്ടെ. ലോർഡ് ഇൻഫ്യൂസ് ദി സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് അവർ ഡെയിലി ബ്രെഡിലെ അന്ന് വേണ്ട ആഹാരത്തിൽ അനുദിന പ്രാർത്ഥനയിൽ ഇപ്പം അനുദിന പ്രാർത്ഥന ഇപ്പം കഴിഞ്ഞത്. ഇനി ഇതിനകത്തുള്ള വചനമാണ് ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത്. അവർ ഡെയിലി ബ്രെഡിൽ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 8:16. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. ലൂക്കാ സുവിശേഷം 8:16. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വെക്കുകയോ ചെയ്യാറില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. സാധനം നമുക്കറിയാമല്ലോ, വിളക്ക് കെടുത്തുമ്പോഴാണ് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരുതരം ഗ്ലാസ് പോലെ പാത്രം കൊണ്ട് മൂടുന്നത്. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പണ്ടൊക്കെ നമ്മുടെ പല പള്ളികളിലൊക്കെ അൾത്താരയിൽ തിരി കത്തിക്കുമ്പോൾ ഒരു കപ്പേര് ഒരു കമ്പിൽ ഒരു പാത്രം ഘടിപ്പിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ കെടുത്തി വെക്കും. വിളക്ക് കെടുത്തുന്നതിനാണ് ആൾക്കാർ കെട്ട വിളക്കാണ് കട്ടിലടി വെക്കേണ്ടത്, പാത്രം കൊണ്ട് മൂടുന്നത്. പക്ഷെ കത്തിച്ച വിളക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് നമുക്കിത് പ്രാധാന്യമായിരിക്കണം. എന്താണെന്നറിയാവോ? അത് 2014 എനിക്ക് ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയിട്ട് ഞാൻ മധുരയിൽ നിന്ന് നേരെ പോകുന്നത് വാടിപ്പെട്ടിയിലോട്ടാണ്. വാടിപ്പെട്ടി ചെല്ലുമ്പോൾ അവിടെ അമ്മ സന്നിധാനത്തിലേക്ക് പലയിടത്ത് കയറാൻ എനിക്ക് ഒത്തിരി കൊതിച്ചാണ് അവിടെ ചെന്നത്. എത്രയോ ജപമാല ചൊല്ലി മധുരയിൽ നിന്ന് വാടിപ്പെട്ടി വരെ ജപമാല ചെല്ലിയിട്ടും അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സർവാംഗം തളർന്ന് ഞാൻ നിന്നുപോയി. അകത്ത് കയറാൻ ഒത്തില്ല. ഞാൻ പുറത്ത് നിന്നു. എൻ്റെ ജീവിതത്തിലൊരു ഇതുണ്ട്, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുകയാണ്. നിന്നതിന് ശേഷം ഞാൻ ഉടനെ വിജയകുമാർ, തങ്കച്ചായനും ഒക്കെ അകത്ത് കയറി, സണ്ണിയൊക്കെ അകത്ത് കയറി നേർച്ച കിട്ടിയിട്ട് തിരിച്ചു വന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു നേർച്ച ഇടുന്നില്ല ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കകത്ത് കയറാൻ അനുവാദം ഇല്ല എന്ന് പറഞ്ഞു. കാര്യം അമ്മ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ വ്യക്തമായിട്ടും പുഷ്പം പോലെ പൂ പോലെ വെളിച്ചത്തിലാണ് നിൻ്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ട സമയഘടികാരവും നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദൈവിക ദൗത്യം കാണിച്ചു തന്നത്, ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. നീ 10 കൊല്ലമായിട്ട് അമ്മ അനങ്ങിയിട്ടില്ല. അപ്പോൾ 2004 സംഭവിച്ചതല്ലേ. സഭയെ പേടിച്ചും പൊതുജനങ്ങളെ പേടിച്ചും ഞാൻ മിണ്ടാകണ്ടിരുന്ന് എൻ്റെ പ്രൈവറ്റായിട്ടുള്ള കോൺഫറൻസിലൊക്കെ പറയണമെന്നല്ലാതെ ഇന്ന് കാണുന്ന പോലെ വ്യാപകമായ ഒരു രീതി പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ടാണ് എനിക്ക് അകത്ത് കയറാൻ കഴിയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാറിലിരുന്ന് വചനം എടുത്ത് അന്ന് കിട്ടിയ വചനമാണിത്, ലൂക്കാ 8:16. ഞാൻ അപ്പം തന്നെ ജോമോണിലെ നമ്മുടെ മീഡിയയിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം നടന്നു. എന്താണ് വിളിച്ച് പറഞ്ഞത്? അതായത് വിളക്ക് കൊളുത്തി ആരും പാത്രം കൊണ്ട് മൂടാറില്ല. അപ്പം ഞാൻ 10 കൊല്ലം പാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെന്താ പറഞ്ഞത്? കട്ടിൻ്റെ അടി വെക്കാറുമില്ല, കെടുത്ത്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം കെട്ട വിളക്ക് പോലെയാണ് ഞാൻ സൂക്ഷിച്ചത്. കർത്താവ് പറഞ്ഞു അത് എല്ലാവർക്കും പ്രകാശം കാണാൻ വേണ്ടി ദീപപീഠത്തുമേ വെക്കണമെന്ന്. അപ്പം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളും മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതാണെന്ന് അതിൻ്റെ സൂചന.
അതുകൊണ്ടാണ് നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെന്ന് കർത്താവ് പറയത്തില്ലേ. നിങ്ങളുടെ വെളിച്ചം, നിങ്ങളുടെ നന്മകളെല്ലാം അത് മറ്റുള്ളവർക്ക് നന്മയായിട്ട് വരണം. ചില ആൾക്കാർ മറ്റുള്ളവരുടെ മേക്കട് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ കിട്ടിക്കഴിഞ്ഞാൽ 5 മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പറഞ്ഞു നടക്കും. എന്തിനാ കാര്യം? മറ്റുള്ളവർക്ക് അത് പാരയായിട്ട് വരിക. എന്താ കാര്യം? നിങ്ങൾ മറ്റുള്ളവരുടെ കേമന്മാരാണെന്നാണ്. ക്രിസ്ത്യാനിറ്റിയിൽ അത് നടക്കത്ത് വില പോകത്തില്ല. അങ്ങനെ ആൾ കളിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ നന്മ വിളക്കുകൾ മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്നും ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾക്ക് എന്ത് നന്മ വന്നാലും അത് 10 മനുഷ്യർക്ക് നന്മ ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ കർത്താവിൻ്റെ വെളിച്ചം എന്നൊക്കെ ഞങ്ങൾ വന്നതിന് ശേഷം അമ്മ പെട്ടെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തന്നു. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാതാവിന് രൂപമെടുത്ത് പീഠത്തിൽ വെച്ചിട്ട് അൾത്താരെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങി. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉടമ്പടി തന്നത്. ആ ഉടമ്പടിയാണ് ഇന്ന് ലോകം മുഴുവനും ഉള്ള ആൾക്കാർ ഒന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി ആശിക്കുന്നവരിലേക്ക് എത്രയോ ലക്ഷങ്ങളാൽ ദൈവം വചനത്തെ വളർത്തി വിശുദ്ധി നിലനിർത്തി സുവിശേഷം സാക്ഷികളാക്കി. അത് സുവിശേഷത്തിൻ്റെ സാക്ഷികളാകണം. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. നമ്മൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ചെയ്യേണ്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങളുടെ നന്മകൾ മറ്റുള്ളവർക്ക് നന്മയാകാൻ വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി ബോധപൂർവ്വം പരിശ്രമിക്കണം. അപ്പോഴേ കർത്താവിൻ്റെ വെളിച്ചം നിങ്ങളിലേക്ക് കടന്നു വരും. ഹാവ് എ ഗുഡ് ഡേ. പാടുക സന്തോഷത്തോടെ. ഓ ദിവ്യമാ സ്നേഹമേ, ജീവൻ്റെ വചനം. ജീവൻ്റെ വചനം കഠിനമായിരിക്കും. ദയപൈതലെ, നിൻ്റെ ജീവിതത്തിൽ ഒരു വചനം പാലിക്കാൻ കഠിനമാണെന്ന് തോന്നുക. അപ്പോൾ നീ ഓർക്കണം, ഇത് കഠിനമാണല്ലോ, ഇത് നടക്കത്തില്ലല്ലോ, ഇതെങ്ങനെ ഞാൻ പാലിക്കും, എനിക്ക് സാധ്യമല്ലോ എന്ന് തോന്നിയാൽ നീ വിചാരിക്കണം, ഇത് അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല, നിത്യജീവിതത്തിന് വേണ്ടി കർത്താവ് ക്രമീകരിച്ച കൃപയുടെ വചനങ്ങളാണ്. കൈയടിച്ച് കർത്താവ് തിരുവത്താഴ
ആർക്കെങ്കിലും സ്നേഹത്തിൻ്റെ ജീവൻ്റെ വചനം കേട്ടപ്പോൾ ഉള്ളിൽ ദൈവസ്നേഹം തോന്നിയെങ്കിൽ അത് തന്നെയാണ് ദൈവസ്നേഹം. അത് നഷ്ടപ്പെടാതെ ആ ദൈവസ്നേഹത്തോടെ നീ ഉടമ്പടി അനുവർത്തിച്ചാൽ മതി. അപ്പോൾ നിൻ്റെ അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ കർത്താവ് ക്രമീകരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ കഠിനമായ വചനങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്നോ കഴിഞ്ഞാൽ നിത്യജീവൻ കിട്ടുമെന്നോ ഇതൊരു മാത്തമാറ്റിക്കൽ ചെയ്യേണ്ടതെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കഠിനമായ വചനങ്ങൾ പാലിക്കാൻ വേണ്ടി സത്യസന്ധമായ ശ്രമം നമ്മൾ നടത്തിയാൽ നമുക്ക് ജീവൻ്റെ കൃപ, നമ്മുടെ ജീവനെ പരിപോഷിപ്പിക്കാൻ, നിത്യതയിൽ കർത്താവിനെ അനുഭവിക്കാൻ, നിത്യമഹത്വത്തിൻ്റെ അവകാശികളാകാൻ ദൈവം നമ്മളെ സഹായിക്കുമെന്നത് കാര്യം ദൈവം സത്യസന്ധനായതുകൊണ്ട് മനസ്സിലാക്കാം. എന്താണ് കഠിനമായ പദമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മർക്കോസിൻ്റെ മത്തായിയുടെ സുവിശേഷം 5:23 എടുത്ത്. മത്തായി 5:23, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ പറയുക, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പോഴേ ഭിന്നതയിലിരിക്കുന്ന വ്യക്തിജീവിതം ഉടമ്പടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉടമ്പടിയിൽ എടുത്തിട്ടും ഇപ്പോഴും ഭിന്നതയിൽ കഴിയുന്നുണ്ടോ? നീ അങ്ങോട്ട് ഭിന്നിപ്പുണ്ടാക്കണമെന്നല്ല, അവരിങ്ങോട്ട് ഭിന്നിപ്പുണ്ടാക്കിയാൽ മതി. ചിലപ്പോൾ വസ്തു തർക്കമായിരിക്കും, ചിലപ്പോൾ അതുപോലെ അതിർത്തി തർക്കമായിരിക്കും, ചിലപ്പോൾ ഉദ്യോഗത്തിൽ വർക്ക് അറേഞ്ച്മെൻറ്റ് തർക്കമായിരിക്കും. എനിവേ നിൻ്റെ സഹോദരനോട് നിന്നോട് എന്തെങ്കിലും പരിഭവം ഉണ്ടെന്ന് തോന്നിയാൽ, അയാൾക്ക് ഇങ്ങോട്ട് തോന്നിയാൽ മതി, എന്തു ചെയ്യണം? നീ തിരിച്ചു പോയി അയാളുമായി അനുരഞ്ജനപ്പെടണം. അപ്പം നമ്മൾക്ക് പറയാൻ ഒത്തിരി ന്യായമുണ്ട്. അയാളത് മൈൻഡ് ചെയ്യത്തില്ല, അയാൾ ഉൾക്കൊള്ളത്തില്ല, അയാൾ എന്നെ അഭ്യാസം പറഞ്ഞ് ഓടിക്കും. അതൊക്കെ തീർച്ചയായിട്ടും ദൈവത്തിനറിയാം. നീ അങ്ങനെ ഒരു ഉദ്യമം നടത്തിയാൽ തീർച്ചയായിട്ടും നിനക്ക് തിരിച്ചടി കിട്ടുമെന്ന്. അപ്പോൾ തിരിച്ചടി ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചിട്ടും ഒരു വ്യക്തിക്ക് തിരിച്ചടി കിട്ടിയാൽ അതിന് പ്രതിഫലം കൊടുക്കേണ്ടത് ആരാണ്? ദൈവമാണ്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനം ദൈവം പറഞ്ഞിട്ട് പാലിച്ച് നമ്മൾ തിരിച്ചടി വാങ്ങിച്ചിരിക്കുന്നതാണ്. ദൈവം സത്യവാനും നീതിയായതുകൊണ്ട് തീർച്ചയായിട്ടും നീതിവാന്മാരുടെ പുനരുദ്ധാന ഘട്ടത്തിൽ നമ്മൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. കാര്യം കർത്താവിന് കുറേ വചനങ്ങളില്ലേ, അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ കഠിനമാണ്. എന്താണ്? നിന്നോട് ശണ്ട കൂടി ഉടുപ്പ് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, ആരാധന. അനുരഞ്ജനത്തിന്റെ വരദാനമേകുന്ന കൂദാശയർപ്പണമല്ലോ, അനുരഞ്ജനത്തിന്റെ വരദാനമേകുന്ന കൂദാശയർപ്പണമല്ലോ, ഭിന്നതയിൽ മറന്നൊന്നു ചേരാ കൂട്ടായ്മയിൽ വളർന്നീടാ, ഐക്യത്തിൽ ഞങ്ങൾ പുലരാ തുണയ്ക്കും പങ്കുവയ്ക്കനുഭവം നൽകിയ. മത്തായി 5:40, നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. ഇതെന്ത് വചനമാണ്? കഠിന വചനമാണ്, ലഘുവചനമല്ല, എളുപ്പമല്ല നടത്താൻ. നിന്നോട് വ്യവഹരിച്ചാണ് കേസ്, നിന്നെ പ്രതിയാക്കി കേസിന് പോയി. പണ്ട് ഉടുപ്പൊന്നും ഇല്ലായിരുന്ന കാലത്തെ, ഇപ്പോഴല്ലേ സർവത്ര ഉടുപ്പൊന്നും ഇല്ലായിരുന്ന കാലത്ത് വളരെ അപൂർവമായിരുന്നു. സ്ക്രൈബന്മാർക്കും ലോഡ്സിനൊക്കെയാണ് ഉടുപ്പുണ്ടായിരുന്നത്. സാധാരണ മനുഷ്യർക്ക് അത്യാവശ്യം മറക്കാനൊക്കെ ഉള്ള ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു ഉടുപ്പിനൊക്കെ ഭയങ്കര വിലയാണ്. അത് നഷ്ടപ്പെട്ട കേസിന് പോകും. അതാണ് നിന്നോട് വ്യവഹരിച്ച് കേസിന് പോയാൽ, നിന്നോട് ശണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ നോക്കിയാൽ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? മേലും കൂടി കൊടുക്കുക. ഇത് എത്ര ശതമാനം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും?
എക്കണോമിക്കലി സ്പീക്കിംഗ് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? 100 പേര്. ഇത്രയും കൃത്യമായിട്ട് ഇതിന് നമ്മളോട് ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുന്നതിന് മേലേക്ക് കൂടി കൊടുത്തിട്ട് പോരാൻ ആർക്ക് പറ്റുമോ? പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ സൂര്യൻ എന്ന് പറഞ്ഞ ടാർഗറ്റ് ഇല്ലേ, നിത്യത്തിന് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? നമുക്ക് ലഭിക്കുന്ന കൃപയുടെ ആർജിക്കുന്ന കൃപയുടെ ആനുപാതികമായിട്ടായിരിക്കും ഇപ്പോൾ വചനം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് കൃപ ടാപ്പ് ചെയ്യണത്. ഇതിൻ്റെ നമുക്ക് ലഭിക്കുന്ന കൃപയുടെ ആനുപാതികമായിട്ടായിരിക്കും നമ്മൾ ബ്രാൻഡഡ് ആകണത്, ഗ്രേഡഡ് ആകണത്, നക്ഷത്രമോ ചന്ദ്രനോ സൂര്യനൊക്കെ ആകണത്. കൃപയുടെ കാര്യമാണ് അവിടെ പറയണത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോൾ അതിന് ദൈവം എന്താ ചെയ്യണത്? ഈ നക്ഷത്രമോ ചന്ദ്രനോ ഏത് ബ്രാൻഡഡ് ആയിട്ടുള്ള കൃപയാണ് വേണമെന്നുണ്ടെങ്കിൽ ദൈവം എന്താ ചെയ്യണത്? ദൈവം അതിനുള്ള ടെംപ്റ്റേഷൻസോ ട്രബിൾസോ അതുപോലെ തന്നെ ട്രബിൾസ് അല്ലല്ലോ, നമ്മളുടെ കുറേ പരീക്ഷണങ്ങൾ തരും, ടെസ്റ്റ് തരും. ഈ ടെസ്റ്റാണ് വിഷയമിരിക്കുന്നത്. ഇപ്പം നിൻ്റെ ഉദാഹരണത്തിന് നിൻ്റെ അനുജൻ പ്രശ്നം ഉണ്ടാക്കി അപ്പനെയും അമ്മേനെയും കയ്യിലെടുത്ത്, അപ്പോൾ നിനക്കറിയാം അവൻ്റെ സ്വഭാവം. അപ്പനെയും അമ്മേനെയും കയ്യിലെടുക്കണത് അവരുടെ ജീവനാവശ്യം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. പിന്നെ ഇവരെ ഇറക്കി വിടുകയുള്ളതെന്നറിയാം. അവസാനം അപ്പനെയും അമ്മേനെയും നീ തന്നെ ചുമക്കണമെന്നുള്ളത് നിനക്കറിയാം. കാര്യം നീ ആ ചേട്ടൻ അനിയനും തമ്മിൽ എത്ര വർഷമാണ് ജീവിക്കുമ്പോൾ അനിയനെ അറിയാവില്ല. അനിയൻ്റെ സ്വഭാവം എന്താണെന്നല്ല ചേട്ടൻ്റെ സ്വഭാവം എന്താ അനിയനും അറിയാം. പക്ഷേ അപ്പനും അമ്മയും ഈ മക്കളെന്ന് പറയുമ്പോൾ അവർക്ക് വേറെ മൈൻഡ് സെറ്റാണ്. ഇളയ മക്കളോടാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും ചെറുക്ക് മൂത്ത മക്കളോടായിരിക്കും സ്നേഹം. അപ്പോൾ ഈ സ്നേഹം കൂടുന്ന കാരണം ഇവന്മാരുടെ തട്ടിപ്പൊന്നും ഈ മാതാപിതാക്കന്മാർക്ക് അറിയാൻ പറ്റത്തില്ല. കാണുന്ന പാട്ടൊക്കെ ഒപ്പിട്ട് കൊടുക്കും. മിക്കവാറും അവിടെ കയ്യിൽ തന്നെ ഇരിക്കും. ചെന്ന് ചതിക്കാനുള്ളവൻ ഒപ്പിട്ട് മേടിക്കും. എപ്പോഴായാലും അവരിങ്ങനെ ചതിക്കാനുള്ളവൻ എപ്പോഴും പേനയും പേപ്പറും കൊണ്ട് ഇങ്ങനെ പുറകെ നടക്കും. അപ്പോൾ ഓർക്കുക ചതിക്കാനാണെന്ന്. അതിങ്ങനെ ബുദ്ധിയും ബോധം ഉണ്ടാകണം. മാതാപിതാക്കന്മാർ ആയിട്ട് കാര്യമില്ല. പേനയും പേപ്പറുമായിട്ട് എപ്പോഴും മക്കളെ ഏത് മക്കളാണ് കൂടെ നടക്കുന്നത് അവൻ നിങ്ങളെ ചതിക്കും. 60% ചതിച്ചിട്ടുണ്ട്. വലിയ ലോണൊക്കെ എടുത്താൽ കൊണ്ടേ കുരുക്കി വെക്കും. അവനടക്കത്തില്ല. അവൻ നാട് വിട്ട് പോകും. അടുത്ത അമ്മേനെ മസ്കറ്റിൽ പോയിരിക്കും. ഈ കണ്ട് മരത്തിൽ വിളിച്ചാൽ ഫോൺ എടുക്കത്തുമില്ല. അപ്പോഴെന്ത് ഞൊട്ടി ബാങ്കുകാർ കൊണ്ടുപോകണേ പോട്ടെ, കാരണം ബാങ്കുകാരും കൂടി അവൻ ഞൊട്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും അപ്പോൾ ഇതുപോലെ ഇത് നമുക്കറിയാം. അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ചതിക്കാൻ വേണ്ടിയാണ് ചെയ്യണമെന്നറിയാം. അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് ബുദ്ധിയല്ല. ഇവൻ ചതിക്കും, അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിവേചനം ഉണ്ടാകണം. പക്ഷേ ഈ കേസ് ചില സമയത്ത് ചില വചനങ്ങൾ ശരി, അവൻ അപ്പനെ നോക്കില്ല അമ്മനെ നോക്കില്ല, അപ്പൻ്റെ അമ്മയുടെയും ജീവനാംശം അവനെ അടിച്ചു മാറ്റി അവൻ നാട് വിട്ട് പോയെന്ന് വിചാരിച്ചോ. ഇപ്പോൾ അപ്പനും അമ്മയും നോക്കാൻ ആരുമില്ല. അവരുടെ ജീവനാംശം അവകാശം അനിയൻ അടിച്ചു മാറ്റി അവൻ നാട് വിട്ടും പോയി. ഇപ്പോൾ എന്നാ പറ്റി? അപ്പനും അമ്മയും ജീവനാംശം കൊടുക്കാത്ത ആൾ നീ തന്നെ അപ്പനെയും അമ്മനെ നോക്കേണ്ടി വന്നു. മനസ്സിലായ? ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഒരു വിശ്വാസി കൈകാര്യം ചെയ്യണത്? അത് ഈ വചനം വെച്ചാണ്. എന്താണ്? നിന്നോട് ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലെങ്കിൽ കൂടി കൊടുക്കാൻ പറയും. ഈ വചനം എന്താ? കഠിനമാണ് ലഘുവാണ്? ജീവനാംശം അനുജം മേടിച്ചു, പക്ഷേ അപ്പനെയും അമ്മനെ നീ നോക്കേണ്ടി വരും. ഈ വചനം കഠിനമാണ് ലഘുവാണ്? കഠിനമാണ്. ഈ വചനം നമുക്ക് പാലിക്കാൻ പാടാണ്. പക്ഷെ പാലിച്ചാൽ എന്ത് കിട്ടും? നിത്യജീവൻ. കൈയെട്ടിച്ച് കർത്താവിന്റെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തി കൃപയാർജിക്കുവാൻ ചെയ്യണമേ. അപ്പം എല്ലാ ലഘുവചനങ്ങളും വചനം 2 വിഭാഗമാണ്. ഒന്ന് ലഘുവചനങ്ങളും കഠിനവചനങ്ങളും. ലഘുവചനങ്ങൾ പാലിച്ചാൽ അവൻ പറയണ പോലെ ചെയ്താണ് ലഘുവചനങ്ങൾ പാലിക്കുക. അവൻ പറയണ പോലെ ചെയ്താണ് കഠിനവചനങ്ങൾ പാലിക്കുക. 2 ഉടമ്പടിയാണ്. ഒന്നിൻ്റെ അത് നിത്യജീവൻ്റെ ഉടമ്പടി, രണ്ടാമത്തത് അനുദിന ജീവിതത്തിൻ്റെ ഉടമ്പടി. അപ്പം കഠിനവചനങ്ങൾ നിനക്ക് പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ നിനക്ക് പ്രോജക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നിനക്ക് പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ പ്രോജക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അത് നോക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് ദൈവസ്നേഹത്തോടെ എടുക്കണം. എന്ത് വശത്തിലാണ്? അതിൽ നിത്യജീവനുണ്ട്. വചനങ്ങളിലാണ് നിത്യജീവൻ വെച്ചിരിക്കുന്നത്, ഇല്ലേ? മത്തായി 5:39. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കാത്ത കാര്യങ്ങളാണ്.
പ്രായോഗികപ്പെട്ട് നടക്കുക, നമ്മൾ വിടുക, നമ്മുടെ മുഖത്തോട്ട് അടിക്കും പാർസൽ കൊടുക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് ദൈവത്തിനറിയാം, ഈശോയ്ക്ക് ഇത് അറിയാൻ പാടില്ലാതെ എഴുതിയിരിക്കണമെന്നാണ് വിചാരിക്കണത്. ഈശോയ്ക്കറിയാം ഇതൊന്നും നടക്കണ കാര്യമല്ലെന്നറിയാം. എന്താ കാര്യം? ഇത് ITIയുടെ ടെസ്റ്റല്ല, IASന്റെ ടെസ്റ്റാണ്, സൂര്യനിലേക്കുള്ള ടെസ്റ്റാണ്, സൂര്യകൃപ ലഭിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണിത്. കാര്യം അതിൻ്റെ അതാണ് ഈശോ ജീവനിലേക്ക് പ്രവേശിക്കുന്നവരോ ചുരുക്കം, നാശത്തിലേക്ക് പോകുന്നവരോ വിസ്തൃതം, അനേകം. കണ്ടില്ലേ? ക്ലിയർ അല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയൊക്കെ വരുമ്പോൾ കഠിന പദങ്ങളെ ക്രാക്ക് ചെയ്യാൻ നോക്കണം. കഠിന പദങ്ങൾ ഈസി പദങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പുട്ടടിക്കാനേ പറ്റത്തുള്ളൂ. കഠിന പദങ്ങൾ ക്രാക്ക് ചെയ്താൽ നിത്യജീവൻ കിട്ടും. ഞാൻ അമ്മയെ നേരെ കണ്ട ആളാണെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ നിത്യജീവൻ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാ കോംപ്രമൈസും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് ഈ ലൈഫിൻ്റെ അപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന നിത്യതയുടെ ഒരു വലിയ മഹത്വത്തിൻ്റെ ജീവിതമുണ്ട് ദൈവവുമായിട്ട്. ഈ ജീവിതം നമ്മളിവിടെ എന്നോ നേടിയെന്ന് പറഞ്ഞാലും ഈ ജീവിതം നഷ്ടപ്പെട്ടാൽ പൗലോസ് പറഞ്ഞ പോലെ വരും. എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ പ്രത്യാശ വെച്ചെങ്കിൽ സകല മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. 1 കൊരിന്ത്യർ 15:19 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Korinthos 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. അപ്പൊ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്ന മക്കളുണ്ട്. ഇപ്പൊ കാർൽ മാർക്സിൽ പ്രത്യാശ വെച്ച ആൾക്കാരുണ്ട്, ഇല്ലേ? സർവർക്കറിൽ പ്രത്യാശ വെച്ച ആൾക്കാരുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. അതാണ് പൗലോസ് പറയണത്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുണ്ടെങ്കിൽ സകല മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. കാര്യം എന്താണ്? യേശുക്രിസ്തു പ്രത്യാശ വെക്കുന്നവൻ നിത്യജീവന് വേണ്ടിയാണ്. കൈയടിച്ച് കർത്താൻ എന്നും കൂടെ ഇരിപ്പാൻ പരമദിവ്യകാരുണ്യത്തിന് എന്റെ ഹൃദയത്തെ അടിമുടി കൃപയാൽ ദൈവ സ്നേഹത്താൽ നിറക്കണമേ. നമ്മൾ കണ്ട വചനം എന്താണ്? മത്തായി ശ്ലീഹ 5:39 എന്താണ്? നിന്നോട് 2 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ. അപ്പോൾ 5:40 കണ്ടത് അല്ലേ? 5:40 കണ്ടു. മത്തായി ശ്ലീഹ 5:39 കണ്ടു. ഒരു ചികിടത്തടിക്കണവന് മറുചികിട് കാണിച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഈ ചില സമയത്ത് അക്രമിയെ എതിർക്കരുതെന്ന് കൃത്യമായിട്ട് വചനം പറയും. അപ്പം നമുക്ക് പറയാം അവൻ അക്രമിയെ എതിർത്തില്ലെങ്കിൽ അവൻ നമ്മുടെ തലയെ ഞൊട്ടിക്കൊണ്ട് പോകുമെന്ന് പറയും. അപ്പോഴെന്നെ സമയത്ത് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഠിന പദമാണ്. കഠിന പദത്തിൻ്റെ ഉദ്ദേശം ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളല്ല, നിത്യതയാണ്. ഈ കഠിന പദങ്ങളെ ക്രാക്ക് ചെയ്യുമ്പോഴാണ് നിത്യജീവൻ ലഭിക്കുന്നത്. അതറിയണമെങ്കിൽ 38 വായിച്ച് ശ്രുതികട്ടെ. യോഹന്നാൻ 5:38 അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല.
വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അതാണ് സംഭവം. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. കാരണം എന്താണ്? 5:38 മത്തായി യോഹന്നാൻ എന്താണ് അതിൽ പറഞ്ഞ? അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ വചനത്തിൽ ഉള്ളത് നമ്മൾക്ക് കിട്ടാൻ എന്താ മാർഗം? വചനം ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടി വരും. അല്ല വചനം അവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നിത്യജീവൻ നിങ്ങൾ നിത്യജീവന് വചനം നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യം അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിത്യജീവൻ എല്ലാ വചനങ്ങളിലുമില്ല, പ്രത്യേകിച്ച് കഠിന വചനങ്ങളിലേ ഉള്ളൂ. ഇത് രഹസ്യമാണ്. ലഘുവചനങ്ങളിൽ കുറവാണ്. അത് ഫിസിക്കൽ ഫേവേഴ്സ്, അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ള ഭൗതിക ആനുകൂല്യങ്ങളാണ് ഉള്ളത്. ഫിസിക്കൽ ഫേവേഴ്സ്, സോ-കോൾഡ് ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങളാണ് ഉള്ളത്. കഠിന വചനങ്ങളിലാണ് നിത്യജീവൻ ഇരിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് പാലിക്കാൻ പ്രയാസമുള്ളൊരു വചനമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഓർക്കുക, അത് ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, ഭൗതിക ആനുകൂല്യങ്ങളല്ല, നിത്യജീവന് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഹോംവർക്കാണ്, ഗൃഹപാഠമാണ് കഠിനപദം. അതുകൊണ്ടാണ് മത്തായി 18:16 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന. മത്തായി 18:16 അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോവുക. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയാമോ? ഇത് ലിങ്ക് ചെയ്യുമ്പോഴാണ് ഈ വചനത്തിലുള്ള യോഹന്നാൻ 5:38 മനസ്സിലാകണത്. നീ വചനം അന്വേഷിക്കുന്നു, അതിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നു. ആ നിത്യജീവൻ എവിടെ ഇരിക്കണത്? അതായത് 5:23 മത്തായി ശ്രീകാട് 5:23 എന്താണ്? നിൻ്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീ നിൻ്റെ കാഴ്ച വസ്തു അവിടെ വെച്ചിട്ട് അവനോട് പോയി അനുരഞ്ജനപ്പെടണം. എന്തിനു വേണ്ടിയാണ് അനുരഞ്ജനപ്പെടണമെന്നാണ് മത്തായി 18:16 പറയണത്. എന്തിനാണ്? അവൻ നിൻ്റെ വാക്ക് കേട്ടാൽ എന്ത് സംഭവിക്കും? നിൻ്റെ സഹോദരനെ നീ നേടും. എന്തിനാണ്? നീതിമാന്മാരുടെ പുനരുദ്ധാന ഘട്ടം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. മത്തായി 13:43 അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. മത്തായി 13:43 കണ്ട സൂര്യൻ വന്നെ കണ്ട ബ്രാൻഡിങ് വരണ കണ്ടല്ലേ? സൂര്യൻ എന്താണ്? കർത്താവ് സൂര്യനെ കുറിച്ചേ പറയത്തുള്ളൂ, ചന്ദ്രനെ കുറിച്ചും പറയത്തില്ല. ഭയങ്കര ട്രാപ്പാണ് കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ പിന്നെ ഈ തോറ്റ ആൾക്കാർക്ക് വേണ്ടി ട്യൂട്ടോറിയൽ തുടങ്ങിയിട്ടുണ്ട്. ചന്ദ്രൻ, നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കർത്താവിൻ്റെ ട്യൂട്ടോറിയലിൽ തോറ്റവർക്ക് സ്ഥാനമില്ല. അവിടെ നോക്കിയേ, ചന്ദ്രൻ എന്നില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ അവർ സൂര്യനെപ്പോലെ ശോഭിക്കും. മഹത്വത്തിൻ്റെ സൂര്യനാണ്. ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിഫലം വെച്ചുകൊണ്ടാണ് ഈ ബൈബിൾ മെക്കാനിസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം നീ വിചാരിക്കുമോ, ഇപ്പം ഞാനിപ്പോൾ കർത്താവ് പറഞ്ഞൊക്കെ ചെയ്തായിരിക്കും നഷ്ടമല്ലേ എന്നല്ലേ ചോദിക്കണത്. ഞാനിതൊക്കെ കഷ്ടപ്പെട്ട് ഞാനിപ്പോൾ ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ണത്ത് അടിച്ചവനും വേറെ ചാരണം കൂടി കാണിച്ചു കൊടുത്താൽ വീട്ടിൽ വരുമ്പോൾ മക്കൾ പറയും അപ്പം പോയി അടിച്ചിട്ട് വാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുഖത്ത് BCM വെച്ച് നടക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അതല്ലേ മക്കൾ പറയത്തുള്ളൂ. അവനത് പറയണം. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഭാരതീയ മീമാംസകളിൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ്? നരൻ പശു സമാനമാണ്. പശുവാണ്. അപ്പോൾ പശുവിനെ കുത്തിയാൽ തിരിച്ചു കുത്തും, അത്രേ ഉള്ളൂ. നരൻ മൃഗത്തെ തുല്യമാണെന്നാണ് പറയണത്. പശു എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിൻ്റെ സ്വഭാവം എന്താണ്? അല്ലെങ്കിൽ മൃഗത്തിൻ്റെ സ്വഭാവം എന്താണ്? കുത്തിയാൽ തിരിച്ചു കുത്തും, കടിച്ചാൽ തിരിച്ച് കടിക്കും, എല്ലാം ചെയ്യും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബൈബിള് എന്താ പറഞ്ഞിരിക്കണത്? നീ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ പറഞ്ഞിരിക്കുക. കാര്യം എന്താണ്? നിന്നെ നിത്യതയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ്. പശുവിനെ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നില്ല. ഈ വിവേചനം നാം മനസ്സിലാക്കണം. ഈ വിവേചനമില്ലാത്തവർ പശുവായി ജനിച്ച് പശുവായിട്ട് തന്നെ മരിക്കും.
അങ്ങനെയുള്ളവരുണ്ടാകാം, മക്കളുടെ കൂട്ടത്തിലുണ്ടാകാം. ഈ നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മക്കളും അപ്പനും ഭാര്യയും ഭർത്താവും ഒന്നും ഇല്ലല്ലോ, ഭാര്യയും ഭർത്താവും പോലും ഇല്ല, പിന്നെയാണ് പ്രശ്നം അല്ലേ? കർത്താവ് എന്താ പറയണത്? വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീക്ക് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾ എല്ലാം ചത്തുകെട്ട്, ഓരോ ഭർത്താക്കന്മാർ ചാകുമ്പോൾ അടുത്ത ഭർത്താവിനെ കിട്ടും. അവസാനം അവളും മരിച്ചു, ആ 7 ഭർത്താക്കന്മാരും മരിച്ചു. എന്നിട്ട് അവസാനം പുനരുദ്ധാനത്തിൽ ആരുടെ ഭർത്താവായിരിക്കും ആ സ്ത്രീ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഈശോ എന്താ പറയണത്? അവിടെ കല്യാണം കെട്ടലും പരിപാടിയൊന്നും ഭാര്യയും ഭർത്താവൊന്നും ഇല്ല. ഇതെല്ലാം ഇവിടെ ചാപ്റ്റർ ഇവിടെ സെമിത്തേരി വെച്ച് ക്ലോസ് ചെയ്യും. അവിടെ കർത്താവിൻ്റെ കൃപ നിറഞ്ഞ ദൈവിക ജീവനാണുള്ളത്, അവബോധത്തോടു കൂടി. അപ്പോൾ ദൈവത്തെ അറിഞ്ഞനുഭവിച്ച് ആനന്ദിക്കാനുള്ള സൗഭാഗ്യത്തോടു കൂടി നിൻ്റെ ആത്മാവ് എന്തുമാത്രം അറിയുന്ന എന്തുമാത്രം നീ പ്രയോഗത്തിൽ വരുത്തുന്നുവോ ആ അറിവെല്ലാം കൃപയായിട്ട് മാറുകയും അത് നിന്റെ മഹത്വത്തിന് കാരണമാകുകയും ചെയ്യുന്ന കൈയടിച്ച് കർത്താവേ ആരാധന. ആഴമായ വചന ബോധ്യങ്ങൾക്ക് നന്ദി പറയുന്നു. എഴുന്നേക്ക ഒരുമിച്ച് പാടുക. നീ എന്റെ താതനല്ലോ, നിത്യജീവന്റെ നാഥനല്ലോ. പുറത്ത് പോകേണ്ടവർക്ക് പുറത്ത് പോവുക. പുറത്ത് പോകണമെന്ന് തോന്നുന്നവർക്ക് പുറത്ത് പോവുക. ഒരുമിച്ച് പാടുക.